ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്കൊന്ന് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ ട്രൂ എനർജി എന്താണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ട്രൂ എനർജി എന്ന് നോക്കാം. ഓക്കെ, നിങ്ങളെല്ലാവരും പോസിറ്റീവായിരിക്കുക. ഓക്കെ, ഇത് എല്ലാവർക്കും റെസൊനേറ്റ് ആവത്തില്ല. ഏറ്റവും കൂടുതൽ എനർജി അയക്കുന്ന വ്യക്തികൾക്കായിരിക്കും ഇതിൽ റെസൊനേറ്റ് ആകുക. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, ഇത് പേഴ്സണൽ റീഡിംഗ് അല്ല, ജനറൽ റീഡിംഗ് ആണ്. അപ്പം നിങ്ങൾക്ക് എല്ലാ കാര്യവും ചില സമയത്ത് നിങ്ങൾക്ക് റെസൊനേറ്റ് ആകണമെന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് റെസൊനേറ്റ് ആകാത്ത കാര്യങ്ങളെ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ ട്രൂ എനർജി. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വീഡിയോ കാണുന്ന വ്യക്തികളുടെ പേഴ്സൻ്റെ ട്രൂ എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വീഡിയോ കാണുന്ന വ്യക്തികളുടെ പേഴ്സൻ്റെ ട്രൂ എനർജി എന്താണ്? എൻ്റെ വ്യൂസിനെ പ്രതി, വ്യൂസിൻ്റെ റിലേഷനെ പ്രതി ഉള്ള ട്രൂ എനർജി. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, 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 പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ പേഴ്സൻ്റെ ട്രൂ എനർജി എന്താണ്? വ്യൂസിനെ പ്രതി, വ്യൂസിൻ്റെ റിലേഷനെ പ്രതി. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്. ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ പേഴ്സൻ്റെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ പേഴ്സൻ്റെ ട്രൂ എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കറക്റ്റ് റീഡിങ് തന്നെ തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇതിനെ ഗൈഡ് ചെയ്യുവാനുമുള്ള കൃപ തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എൻ്റെ ചെറിയ അറിവ് ഞാൻ യൂണിവേഴ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഏറ്റവും അനുകൂലമായി, ഏറ്റവും അനുഗ്രഹമായിട്ടുള്ള റീഡിങ് എനിക്ക് തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. വന്നിരിക്കുന്ന കാർഡ് ദ എംപ്രസ്, 7 ഓഫ് വാൻസ്, 10 ഓഫ് സോഡ്, 3 ഓഫ് കപ്പ്. ഓക്കെ, വന്നിരിക്കുന്നത് ഫയർ എനർജി, എയർ എനർജി, വാട്ടർ എനർജി. ഓക്കെ, ലിയോ, ജെമിനി, ക്യാൻസർ. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും ബെറ്ററായി തീർന്നിരിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ചുറ്റുമുണ്ട് എന്ന് ചിന്തിക്കുന്നു. നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ബെറ്റർ വുമണായിട്ട്, ഏറ്റവും സൗന്ദര്യമുള്ള വ്യക്തിയായിട്ട് ഇപ്പോൾ അവർക്ക് തോന്നുന്നു. ഇത്രയും നാളൊരു പക്ഷേ തോന്നിക്കാണത്തില്ല. ഇത്രയും നാൾ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണും. നിങ്ങളിൽ നിന്നും വിട്ടുപോയപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും ബെറ്റർ ഫീലായിട്ട് തോന്നുന്നു. ഒരു ജസ്റ്റിസ് വന്നിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും കേസ്, വഴക്ക് അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ അതിന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വന്ന് നിങ്ങളോട് സ്നേഹമായിട്ട് നിന്ന് ആ കേസ് പിൻവലിക്കുന്നതിന് തയ്യാറെടുക്കുന്നു എന്ന് കാണുന്നു. ഓക്കെ, നിങ്ങളുമായിട്ട് നിങ്ങളടുത്ത് വന്ന് സ്നേഹവും മറ്റും പ്രകടമാക്കിക്കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കേസോ കാര്യങ്ങളോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ
നിങ്ങളോട് സ്നേഹം കാണിച്ച് വരാൻ തയ്യാറാണ്. അല്ലെങ്കിൽ അവരുടെ വിജയത്തിന് വേണ്ടിയിട്ട് നിങ്ങളോട് അവർക്ക് ജസ്റ്റിസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളോട് അവർ അടുത്ത് വരും. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ പേഴ്സണ് നീതി കൊടുക്കണം, കേസൊക്കെ പിൻവലിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും കേസോ വഴക്കോ ഉള്ള വ്യക്തികളാണ്. അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങൾ ചിന്തിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെതിരെ കൊടുത്തിരിക്കുന്ന കേസ് പിൻവലിക്കണമെന്ന്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് അടുത്ത് വന്ന് ആ കേസിൽ നിന്നും അവർ നിങ്ങളെ കൊണ്ട് പിൻവലിപ്പിക്കണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ. മറ്റു ചില വ്യക്തികൾ നിങ്ങൾക്ക് നീതി തരണമെന്നും നിങ്ങളുമായിട്ട് സന്തോഷമായിട്ട് ഇനി മുന്നോട്ട് പോകണമെന്നും ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇതുവരെ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യണമെന്നും, ഇതുവരെ നിങ്ങളെ കൺട്രോൾ ചെയ്ത് വെച്ചിരുന്നെങ്കിൽ നിങ്ങൾ വിളിക്കെടുത്ത് സംസാരിക്കരുത് എന്ന് പറഞ്ഞ് കൺട്രോൾ ചെയ്ത് വെച്ചിരുന്ന സമയങ്ങളായിരുന്നുവെങ്കിൽ അതെല്ലാം മാറിയിട്ട് ഇപ്പം നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ്, നിങ്ങൾ വെച്ചിരുന്ന കൺട്രോളൊക്കെ എടുത്ത് കളഞ്ഞ് നിങ്ങളുമായിട്ട് ഒന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റിൽ എങ്ങനെ വരണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഇതുവരെയും അവരുടെ ജീവിതം ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. നിങ്ങളടുത്ത് മിണ്ടണോ അല്ലെങ്കിൽ വരണമോ എന്നുള്ള രീതിയിൽ 2 സിറ്റുവേഷനിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരുന്നുവെങ്കിൽ അതൊക്കെ മാറ്റാനുള്ള, അതെല്ലാം മാറി ആ ചലഞ്ചിങ് ഫേസൊക്കെ നേരിടാനുള്ള ചിന്തയിൽ കൂടി നിങ്ങളുടെ പേഴ്സൺ കടന്നു പോവുകയാണ്. നിങ്ങളോട് ചെയ്ത പാവങ്ങൾക്ക് അവർ ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട്. അവർക്കിപ്പം മറ്റ് ഭാഗങ്ങളിൽ നിന്നും മറ്റ് ആൾക്കാരിൽ നിന്നെല്ലാം അവരെ പുറകിൽ നിന്ന് കുത്തുന്ന രീതിയിലുള്ള സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് വന്നു. നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ നിങ്ങളെ കൂടെ നിന്നിട്ട് നിങ്ങളോട് സ്നേഹം കാണിച്ചിട്ട് നിങ്ങളുടെ പിറകിൽ നിന്ന് കുത്തിക്കൊണ്ട് തന്നെ നിങ്ങളെ തള്ളിയിട്ടുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയ വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണും അതുപോലെ തന്നെ അവർ നിങ്ങളെ ഉപേക്ഷിച്ച് എന്തിലോട്ടാണോ പോയത്, തേർഡ് പാർട്ടിയിലോട്ടാണ് പോയെങ്കിൽ 3 ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടിയിൽ നിന്നും അവർക്ക് ഒരുപാട് വേദന അനുഭവിക്കുന്ന സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഓക്കെ. ക്വീൻ ഓഫ് പെൻഡിക്കിൾ ഈ ഒരു സമയത്ത് നിങ്ങളെ അവർ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട്. കാരണം അവർ ഈ വേദനയിൽ കൂടി കടന്നു പോകുന്ന സമയത്താണ് നിങ്ങളെ മിസ്സ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്തൊന്നും നിങ്ങൾക്കൊരു വാല്യൂയും തന്നിട്ടില്ല. പക്ഷേ ഈ ഒരു സമയത്ത് ക്വീൻ ഓഫ് പെൻഡിക്കിളാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളെ അവർ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ. നിങ്ങൾ എത്രത്തോളം പ്രഷ്യസ് ആയിരുന്നു എന്നും നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ സാമ്പത്തികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും നിങ്ങൾ അവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ അവർ ചിന്തിക്കുന്നുണ്ട്. കാരണം ഈ ഒരു കുത്തും കൊണ്ട് കിടക്കുന്ന സമയത്താണ് അവർ ചിന്തിക്കുന്നത്. അവർക്ക് ചില തേർഡ് പാർട്ടിയിൽ നിന്ന് അവർക്ക് ഇങ്ങനെ ഒരു ബാക്ക് സ്റ്റാബിങ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ലഭിച്ചിട്ടുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്തുകൊണ്ടാണ് 3 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് 3 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? ചാരിയറ്റ് നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സന്തോഷമായിട്ടുള്ള ഒരു ഫാമിലി, നിങ്ങളുമായിട്ടൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു ഹാപ്പി മൂമെൻറ്റ് സെലിബ്രേഷൻ വേണമെന്ന് അവരാഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അവർ അഫർമേഷൻ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. വീണ്ടും 3 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. നിങ്ങളുമായിട്ട് ഇനിയൊരു കഴിഞ്ഞു പോയതുപോലെ ഒരു സന്തോഷ ജീവിതം നിങ്ങളുടെ ഇനി വരണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. കണ്ടോ, 3 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ട് മജീഷ്യനാണ് വന്നിരിക്കുന്നത്. മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. ദ ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് സ്പിരിച്വലായിട്ടുള്ള ഗൈഡൻസും കാര്യങ്ങളും അവർ തിരയുന്നുണ്ട്. അവർ മറ്റുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഇതുപോലെ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്ന ആൾക്കാരുടെ അടുത്ത് പോയി നിങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളും ഒക്കെ അവർ അന്വേഷിക്കുന്നുണ്ട്. ഓക്കെ. അടുത്ത് നോക്കാം. നിങ്ങളുടെ റിലേഷനിൽ ബ്രേക്കപ്പ്, ഏറ്റവും നല്ല സന്തോഷമായി പൊയ്ക്കൊണ്ടിരുന്ന നിങ്ങളുടെ റിലേഷനിൽ ബ്രേക്കപ്പ് വരാനുണ്ടായ കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കാണുന്ന വ്യക്തിയോട്
പേഴ്സൻ്റെയും റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ്, അവരെ ഉപേക്ഷിച്ച് പോകാനുണ്ടായ കാരണങ്ങൾ എന്തെല്ലാമാണ്, എന്തെല്ലാം കാരണത്താലാണ് ഈ വീഡിയോ കാണുന്ന വ്യക്തിയെ ഉപേക്ഷിച്ച് അവരുടെ പേഴ്സൺ പോയിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്ത് കാരണത്താലാണ് ഉപേക്ഷിച്ച് പോയിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്ത് കാരണത്താലാണ് ഈ വീഡിയോ കാണുന്ന വ്യക്തിയെ ഉപേക്ഷിച്ച് അവരുടെ പേഴ്സൺ പോയിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്ത് കാരണത്താലാണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ് തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. മറ്റ് ചിലരുടെ ഉപദേശങ്ങൾ പ്രകാരമാണ് നിങ്ങളെ ഉപേക്ഷിക്കാൻ കാരണമായത്. തേർഡ് പാർട്ടി കാരണം നിങ്ങളെ ഉപേക്ഷിക്കാൻ കാരണമായി. ജീവിതത്തിൽ ഒരു വലിയ ദുരന്തം അവർ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറായി. ഓക്കെ, നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. ദ ക്യൂൻ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. ചില സിംഗിൾ മദർ അല്ലെങ്കിൽ ഒരു സിംഗിൾ ഫാദർ, അങ്ങനെ ഒരു സിംഗിൾ മദർ തന്നെ എടുക്കാം. അവരുടെ നിരന്തരമായ ഉപദേശങ്ങൾ നിങ്ങളുടെ പേഴ്സൺ അംഗീകരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അവരുടെ കർക്കശമായിട്ടുള്ള ആജ്ഞ നിങ്ങളുടെ പേഴ്സണ് അംഗീകരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അത് കാരണം നിങ്ങളുടെ റിലേഷനെ ബ്രേക്കപ്പ് ചെയ്ത് നിങ്ങളെ ഉപേക്ഷിച്ച് പോകേണ്ടതായിട്ട് നിങ്ങളുടെ പേഴ്സണ് വന്നു. ദ ഡെത്താണ് വന്നിരിക്കുന്നത്. ചില മദർ ഫിഗർ ഫീമെയിൽസിൻ്റെ കർക്കശമായ തീരുമാനം, നിങ്ങളെ ഉപേക്ഷിക്കണമെന്ന് അവർ കർക്കശമായ നിർദ്ദേശം കൊടുത്തു. ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ആത്മഹത്യ ഭീഷണി തന്നെ മുഴക്കിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളെ ഉപേക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജീവന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ അതിന് ഉത്തരവാദിത്തം പറയേണ്ടി വരും എന്നുള്ള രീതിയിലൊക്കെ അവർ നിങ്ങളുടെ പേഴ്സണെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന രീതിയിൽ, മെൻ്റൽ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന രീതിയിൽ പറഞ്ഞ് നിങ്ങളിൽ നിന്നും നിങ്ങളുടെ പേഴ്സണെ മാറ്റിയെടുത്തു. ഓക്കെ, മറ്റു ചിലവർ ഒരു ഫെമിനൈൻ മസ്കുലൈൻ എനർജിയിൽ ആയിരിക്കുന്ന വ്യക്തി, ആ വ്യക്തി അവർ പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഒരു സ്പിരിച്വലായിട്ടുള്ള പാത്തിലൂടെ പോയി നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിൽ നിന്നും അകറ്റുന്നതിന് വേണ്ടിയിട്ട് അവരൊരുപാട് സൊല്യൂഷൻ കണ്ടു. ഓക്കെ, ഒരുപാട് നിങ്ങളുടെ പേഴ്സൺ അറിയാതെ തന്നെ കൂടെ നിന്നിട്ട് ചെയ്യുന്നതായിരിക്കും. അറിയാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, രഹസ്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ അറിയാതെ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ റിലേഷനെ കുറിച്ച് മനസ്സിലാക്കുകയും അവരതിൽ ഒരുപാട് പ്രെയർ ചെയ്യുകയും നിങ്ങളുമായി സന്തോഷത്തിൽ പോകരുത് എന്ന് വിചാരിക്കുകയും. ഓക്കെ, വീണ്ടും സെവൻ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ചില നേർച്ചകളും വഴിപാടുകളും നടത്തുകയും നിങ്ങളുമായിട്ടുള്ള റിലേഷനെ ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില നേർച്ചകളും വഴിപാടുകളും നടത്തുകയും നിങ്ങളുടെ ഇമോഷൻ പരമായിട്ടുള്ള സ്നേഹത്തെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. നമ്പർ 2 കാർഡാണ് വന്നിരിക്കുന്നത്, മൂണിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ ഒഴുക്കിനെ തടയുന്നതിന് വേണ്ടിയിട്ട്, അതിനെ ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി 7 ഓഫ് വാൻഡ് എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് അവർ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ ഗൈഡൻസ് തേടിയെടുത്തുകൊണ്ട് നിങ്ങളുടെ റിലേഷനെ തടസ്സപ്പെടുത്തി. എന്തുകൊണ്ടാണ് ടവർ വന്നിരിക്കുന്നത്? ഒരുപാട് വലിയ ടവർ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ രണ്ടിനെയും രണ്ടാക്കി മാറ്റിയ ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായി. അത് നിങ്ങളെ ഒരുപാട് ഡിപ്രഷനിലേക്ക് തള്ളിയിടുന്നത് പോലെയുള്ളതായിരുന്നു. ഒരിക്കലും തകരത്തില്ല എന്ന് വിചാരിച്ച് അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ റിലേഷനെ ഒരു ടവർ വന്ന് തകർത്തിരിക്കുന്നു. എന്താണ് ആ ടവർ എന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് ആ ടവർ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ക്യൂൻ ഓഫ് വാൻസ് ആണ്. ഒരു തേർഡ് പാർട്ടിയുടെ കടന്നുവരവ് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ടവർ ഉണ്ടാക്കിയിരിക്കുന്നത്. തേർഡ് പാർട്ടി, മറ്റൊരു സ്നേഹം, നിങ്ങളുടെ പേഴ്സൺ മറ്റൊരു സ്ഥലത്തേക്ക് ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കടന്നുവരക്കം, അവരുടെ സ്നേഹം, അതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും വലിയൊരു
ടവർ കൊണ്ടുവന്നത്. ആ ഒരു ടവർ നിങ്ങൾ മനസ്സിലാക്കുകയും അല്ലെങ്കിൽ അങ്ങനെ ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷനെ കുറിച്ച് നിങ്ങൾക്ക് നേരിട്ട് കാണുവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണാൽ കാണുന്ന രീതിയിലുള്ള എന്തെങ്കിലും റിലേഷൻഷിപ്പ് നിങ്ങൾ പിടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കണ്ട് ആ ഒരു നിമിഷം നിങ്ങൾ തകർന്നു പോകുന്ന അവസ്ഥ. ഓക്കെ, നിങ്ങൾ വിചാരിച്ചു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ തന്നെയാണ് എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് ഒരു ക്യൂൻ ഓഫ് വാൻസിൻ്റെ കടന്നുവരക്കം. അപ്പം ആ ഒരു കടന്നുവരക്കത്തോടു കൂടി നിങ്ങളുടെ റിലേഷൻ രണ്ടായി മാറി. ഓക്കെ, പെൻഡിക്കിൾ, നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, ഒരു ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും പണമോ മറ്റോ വാങ്ങിച്ചിട്ട് തരാതെ കുറേ നാളുകൾക്ക് വേണ്ടി ഒരു ലോങ് ടൈം നിങ്ങൾക്ക് പണം തിരിച്ചു തരാതെ നിങ്ങൾ അത് ചോദിച്ച് അതിനെപ്പറ്റിയുള്ള സംസാരങ്ങളും കാര്യങ്ങളും നിങ്ങളുടെ റിലേഷനിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ പണം കണ്ടിട്ട് ചിലപ്പം നിങ്ങളുടെ സ്നേഹം നടിച്ചു വന്ന ചില പേഴ്സണും ഉണ്ടായിരിക്കും. ഓക്കെ, പണം വാങ്ങിച്ചതിന് ശേഷം വീണ്ടും 9 ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ബേർഡൻ തന്നുകൊണ്ട്, ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ കടത്തിൻ്റെയും പണത്തിൻ്റെയും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ബേർഡൻ സമ്മാനിച്ചുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മാറിപ്പോയി. പണത്തിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങളുമായിട്ടുള്ള റിലേഷൻ വരികയും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് ഒരു കിങ് ഓഫ് സോഡായിട്ട് തന്നെ നിങ്ങളെ റിജക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളിൽ നിന്നും മാറിപ്പോവുകയും ചെയ്തിരുന്നു. അവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു, അല്ലെങ്കിൽ അവർക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങൾ കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് പോയി. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് എങ്കിൽ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളെ ആക്കിയിട്ട് നിങ്ങളിൽ നിന്നും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സൻ്റെ ഈ ഒരു സമയത്തുള്ള ഈ കറണ്ട് സിറ്റുവേഷൻ, തേർഡ് പാർട്ടിയുമായിട്ടുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? നിങ്ങളെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാക്കിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും ദൂരെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. തേർഡ് പാർട്ടിയുമായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ പേഴ്സൻ്റെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷനിലെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ് തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. നൈറ്റ് ഓഫ് സോഡ്, ഏസ് ഓഫ് സോഡ്, സിക്സ് ഓഫ് സോഡ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ തേർഡ് പാർട്ടിയെ വിട്ട് വരികയാണ്. കാരണം ഇപ്പോൾ ഈ അടുത്ത സമയത്തായി എൻ്റെ വീഡിയോ കാണുന്ന വ്യക്തികളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരുന്നുവെങ്കിൽ ഇപ്പം തേർഡ് പാർട്ടിയുമായിട്ട് അവർക്ക് കണക്ഷൻ ഇല്ല. അവർ ആ തേർഡ് പാർട്ടിയിൽ നിന്നും മാറുകയാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം തേർഡ് പാർട്ടിയുമായിട്ട് അടിച്ചു പൊളിച്ച് നടക്കുന്നുവെങ്കിൽ, അപ്പോൾ അങ്ങനെയുള്ളവരുടെ റീഡിംഗ് അല്ല. തീർച്ചയായിട്ടും മറ്റു വ്യക്തികളുടെ, ഇത് ആർക്ക് റെസനേറ്റ് ആകുന്നു എന്നറിയത്തില്ല. തീർച്ചയായിട്ടും കുറച്ച് നാളായിട്ട് ഈ ഒരു എനർജിയാണ് എനിക്ക് പിക്കാവുന്നത്. തേർഡ് പാർട്ടി റിമൂവ് ആയിട്ടുള്ള വ്യക്തികളുടെ റീഡിംഗ് ആണ് വരുന്നത്. ചിലപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും തേർഡ് പാർട്ടി കാരണമാണ് നിങ്ങളിൽ നിന്ന് അകന്നു പോയത്. പക്ഷേ ഈ ഒരു സമയത്ത് തേർഡ് പാർട്ടിയുമായിട്ട് യാതൊരു സ്നേഹവും കാണുന്നില്ല. കപ്പിൻ്റെ എനർജി അല്ല വന്നിരിക്കുന്നത്, വാളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്, സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളുടെ തേർഡ് പാർട്ടിയോടൊപ്പം ഇപ്പോൾ ഒരു സ്നേഹമോ കാര്യമോ ഒന്നുമില്ല. നൈറ്റ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുക്കുവാൻ തീരുമാനിക്കുകയാണ് നിങ്ങളുടെ തേർഡ് പാർട്ടിയിൽ നിന്നും മൂവ് ഓൺ ചെയ്ത്. ഓക്കെ, നിങ്ങളുടെ തേർഡ് പാർട്ടിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നത്. സിക്സ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സമയത്ത് ഏറ്റവും കറക്റ്റായിട്ട് നിങ്ങളുടെ പേഴ്സൺ റിയാക്ട് ചെയ്യുകയാണ്. ഒരു റൂഡായിട്ടുള്ള ഒരു ബിഹേവിയറാണ് ഇപ്പം തേർഡ് പാർട്ടിയോട് കാണിക്കുന്നത്. അവരും അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ അവർ ഒരു സ്നേഹമോ കാര്യമോ ഒന്നും കാണിക്കുന്നില്ല. ഒരു ക്രൂവലായിട്ടുള്ള മൈൻഡാണ് കാണിക്കുന്നത്.
ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ കല്യാണം കഴിച്ച വ്യക്തിയായിരിക്കും, അതല്ലാന്ന് കുറച്ച് പ്രായമുള്ള വ്യക്തിയായിരിക്കും, നിങ്ങളെക്കാളും ഏജ് കൂടുതലായിരിക്കും, കുറച്ച് നോളജും കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണ്. പെട്ടെന്നൊന്നും അവർക്ക് ഇമോഷണൽ പരമായിട്ട് നിങ്ങൾ കരഞ്ഞ് പറഞ്ഞു എന്ന് വെച്ചൊന്നും അവരുടെ മനസ്സ് അലിയുന്ന ഒരു വ്യക്തി ആയിരിക്കണമെന്നില്ല. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ തേർഡ് പാർട്ടിയിൽ നിന്നും മൂവ് ഓൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരാഗ്രഹിക്കുകയാണ്. ഓക്കെ, വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോഡും 6 ഓഫ് സോഡുമാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് അപമാനങ്ങൾ നേരിടേണ്ടതായി വരുന്നുണ്ട്. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് ഒരുപാട് അപമാനങ്ങൾ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. അത്രയ്ക്കും ക്രൂരമായ രീതിയിലുള്ള സംസാരങ്ങളും ഭാഷകളും നിങ്ങളുടെ പേഴ്സണ് അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ തേർഡ് പാർട്ടി വിചാരിച്ചു നിങ്ങളുടെ പേഴ്സൺ ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. നിങ്ങളോട് കാണിക്കുന്ന സ്നേഹവും നിങ്ങളോട് കാണിക്കുന്ന, ചിലപ്പോൾ നിങ്ങൾ അറിയുന്ന വ്യക്തിയാണെങ്കിൽ തന്നെയും നിങ്ങൾ കെയർ ചെയ്യുന്നതും നിങ്ങളെ കൊണ്ട് നടക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്ക് അവർ വിചാരിച്ചു നിങ്ങളുടെ പേഴ്സൺ ഏറ്റവും സ്നേഹവും കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണെന്ന് വിചാരിച്ച് കാണും. അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി അത്രയും കെയറിങ്ങും കാര്യങ്ങളും ഉള്ള വ്യക്തിയാണെന്ന് വിചാരിച്ച് കാണും. പക്ഷേ ഇത്രയും അലങ്കരിച്ച് വെച്ചിരിക്കുന്നെങ്കിലും അതിലൊരു വാളാണെന്നുള്ള കാര്യം നിങ്ങളുടെ പേഴ്സൺ അറിഞ്ഞില്ല. പക്ഷേ ഈ ഒരു സമയത്ത് ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിള് കൂടി അവർക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അവർക്ക് അത് ഏറ്റവും ഒരു വാളിനെ പോലെ അവരുടെ ജീവിതത്തിൽ വരികയും അവർക്കിപ്പം നിങ്ങളിൽ നിന്ന് ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും നിങ്ങളിലേക്ക് തിരിച്ചു വരണം, ഒരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അവരാഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നൈറ്റ് ഓഫ് സോഡ് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഏസ് ഓഫ് കപ്പാണ് വന്ന് വീണത്, എങ്കിലും സാരമില്ല, നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് തേർഡ് പാർട്ടിയിൽ നിന്നും തിരിച്ചു വരുമോ അവർ? ഓക്കെ, നമുക്ക് നോക്കാം. നൈറ്റ് ഓഫ് സോഡിനെ ക്ലാരിഫൈ ചെയ്യുന്നത് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എങ്ങോട്ടാണ് ഈ ഒരു ധൃതി പിടിച്ചുള്ള പോക്ക്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എങ്ങോട്ടാണ് ഈ ധൃതി പിടിച്ചുള്ള പോക്ക്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. നൈറ്റ് ഓഫ് സോഡിനെ ക്ലാരിഫൈ ചെയ്യും. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യാത്രയാണ് കാണിക്കുന്നത്. 2 സിറ്റുവേഷനിൽ നിന്നും ഒരാളെ വിട്ട് ഒരാളിലേക്ക് തിരിച്ചു വരികയാണ്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിളുമാണ് വരുന്നത്. നിങ്ങൾ അബണ്ടൻസ് ആണ് വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരികയാണ്. ഓക്കെ, ഇത്രയും സ്പീഡിൽ വരുന്നത് നിങ്ങളിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഈ എനർജിയാണ് കുറച്ച് നാളത്തേക്ക് നിങ്ങളുടെ മുമ്പിൽ കാർഡ് ഷഫിൾ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എനർജിയാണ് ഇപ്പോൾ ഈ ഒരു അടുത്ത സമയത്തായിട്ട് എനിക്ക് പിക്ക് ചെയ്യുന്നത്. പോസിറ്റീവായിട്ടാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്, അതുകൊണ്ടാണ് ഇപ്പോൾ പോസിറ്റീവ് എനർജി എനിക്ക് കൂടുതലും കിട്ടുന്നത്. നിങ്ങളുടെ പേഴ്സൺ എങ്ങോട്ടാണ്, നൈറ്റ് ഓഫ് സോഡ് എങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ 2 ഓഫ് വാൻഡ്സ് ആണ്. യാത്രയാണ്, നിങ്ങളിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പാണ്. എത്രയും പെട്ടെന്നാണ് വരുന്നത്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു. 6 ഓഫ് സോഡിനെ ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 6 ഓഫ് സോഡിനെ ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓഫർ അടുത്തത് കിങ് ഓഫ് കപ്പ്. നിങ്ങളുടെ തേർഡ് പാർട്ടിയിൽ നിന്ന് മൂവ് ഓൺ ആക്കി വന്ന് നിങ്ങൾക്ക് ഒരു ഓഫർ തരുന്നതാണ്. ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പം നിങ്ങൾ അയക്കുന്ന എനർജി ഇപ്പം ഭയങ്കരമായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നത് തോന്നുന്നു. നിങ്ങൾക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് നിങ്ങളോടുള്ള പ്രണയത്തോടുകൂടി ഒരു ഓഫറുമായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ വരുന്നത്. ഓക്കെ, എന്തായാലും തേർഡ് പാർട്ടിയിൽ നിന്ന് റിമൂവായി ആ ഒരു പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നിന്നെല്ലാം നിങ്ങളുടെ പേഴ്സൺ റിമൂവായിട്ട് നിങ്ങളോട് ഒരുപാട് സ്നേഹവുമായിട്ട് കിങ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് നിങ്ങൾക്കൊരു ഓഫർ തരുന്നതിന് വേണ്ടിയിട്ട് വരികയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജോ കോളോ വരാനുള്ള സാധ്യത ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ദ എംപററിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ എംപറർ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. അടുത്തത് ന്യൂ ബിഗിനിങ് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും റൂഡായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന്, നിങ്ങളെ ഇപ്പോൾ അത്രയും ബെറ്ററായിട്ട് ഒരു സ്റ്റാറിനെ പോലെ നിങ്ങളിൽ
ഏറ്റവും നിങ്ങളൊരു തിളക്കമായിട്ട് മാറിയിരിക്കുന്നു. നിങ്ങൾ ഒരുപാട് പോസിറ്റീവ് നിങ്ങളുടെ പേഴ്സൺ കാണുന്നു. ഇത്രയും നാളും നിങ്ങളിൽ കരഞ്ഞ് നടക്കുന്നത് അല്ലെങ്കിൽ അവരെ പിറകെ നടക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കണ്ടിരുന്നതെങ്കിൽ ഇപ്പം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടേതായ സ്ട്രെങ്ത്, നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നും നിങ്ങൾ ഏറ്റവും സ്ട്രെങ്ത് ആയിട്ടുള്ള വ്യക്തിയാണെന്നും അവർക്ക് മനസ്സിലാവുന്നുണ്ട്. പേജ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. പേജ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വാച്ച് ചെയ്യുകയാണ്. ഫേസ്ബുക്കിലോ മറ്റോ വാച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളെ അറിയാവുന്നത് മ്യൂച്വൽ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടൊക്കെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത്. ഓക്കെ, ഏസ് ഓഫ് സോഡ് നോക്കാം. പ്ലീസ് ഗൈഡ് മീ. എല്ലാം ന്യൂ ബിഗിനിങ്ങിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടിയിൽ നിന്നും മൂവ് ഓൺ ആയി കഴിഞ്ഞു. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ ഇപ്പം ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു സ്നേഹവും ഇതിൻ്റെ അകത്ത് കാണുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് മൂവ് ഓൺ ആയിരിക്കുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എനിക്കിപ്പോൾ ഇങ്ങനത്തെ എനർജിയാണ് പിക്ക് ചെയ്യുന്നത്. എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന വ്യക്തികളുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാറിയിരിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. നിങ്ങളിപ്പം നിങ്ങളിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ട്രെങ്ത് അവർ ഗെയിൻ ചെയ്യുകയാണ്. ഓക്കെ, ഇതുവരെയും നയൻ ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. വീണ്ടും നേരത്തെ വന്നതിലും 9 ഓഫ് കപ്പ് വന്നിരുന്നു. ഓക്കെ, നിങ്ങളിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് അവർ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുകയാണ്. ഓക്കെ, ഒരു ന്യൂ ബിഗിനിങ് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. തേർഡ് പാർട്ടിയെ ഒരു പാവമായിട്ടൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ശരിയായ മുഖം എന്തെന്ന് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയുകയായിരുന്നു. കാരണം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു കിരീടമൊക്കെ വെച്ച് നല്ല പൂ പോലെയൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. തേർഡ് പാർട്ടി നല്ല സന്തോഷവും സ്നേഹവും സമാധാനമൊക്കെ തരുന്ന വ്യക്തിയാണ്. ഒരു കുഞ്ഞാടിനെ പോലെ ഇരിക്കുന്ന വ്യക്തിയാണ് എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ശരിക്കും അവരുടെ രൂപം മനസ്സിലായത് ഒരു സിംഹത്തെ പോലെ അവരോട് പെരുമാറിയപ്പോഴാണ് ആ ഒരു കാര്യം മനസ്സിലായത്. ഓക്കെ, ഞാനിത് എടുക്കുന്നതിന് മുമ്പേ ഈ ഒരു സ്വഭാവത്തെക്കുറിച്ച് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് ക്ലാരിഫൈ ചെയ്ത് വന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൺ എന്തായാലും നിങ്ങളിലേക്ക് തിരിച്ച് വരിക തന്നെ ചെയ്യും. ഒരു ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക, നിങ്ങൾ അഫർമേഷൻ ചെയ്യുക. ഇന്നലെ പറഞ്ഞ ആ വീഡിയോ നിങ്ങൾ തുടർച്ചയായിട്ട് കാണുക. നിങ്ങൾ തുടർച്ചയായിട്ട് കാണുമ്പോൾ നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളുടെ പേഴ്സണിലേക്ക് എത്തുകയും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തുകയും നിങ്ങളുടെ പേഴ്സൺ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും പോസിറ്റീവായിട്ട് തന്നെ നിങ്ങളുടെ പേഴ്സണോടൊപ്പം നിൽക്കണം. അവർക്ക് പെട്ടെന്ന് നെഗറ്റീവ് വരുന്ന രീതിയിലൊന്നും ഒരു സംസാരങ്ങളും സംസാരിക്കാതെ സന്തോഷമായിട്ട് നിൽക്കുക. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ വന്ന എനർജി തേർഡ് പാർട്ടിയെ വിട്ട് നിങ്ങളുടെ പേഴ്സൺ വന്നതിനായി ഞാൻ നന്ദി പറയുന്നു. യൂണിവേഴ്സ് തന്ന ഈ എനർജിക്കായി നന്ദി പറയുന്നു. ഈ വീഡിയോ കാണുന്ന വ്യക്തികൾ ആരൊക്കെയാണോ അവരുടെ എല്ലാ പേഴ്സൺ തേർഡ് പാർട്ടിയെ വിട്ട് വന്നു എന്ന് യൂണിവേഴ്സ് തന്ന ഈ അനുഗ്രഹത്തിനെ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഈ വീഡിയോ കാണുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ യൂണിവേഴ്സ് ഇത്രയും വലിയ ഭാഗ്യം കൊടുത്തതിനായി നന്ദി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഈ നിമിഷം തന്നെ പല വ്യക്തികളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അവർക്കൊരു സമാധാനം ലഭിക്കട്ടെ. ഈ വീഡിയോ കാണുന്ന വ്യക്തിക്ക് ഏറ്റവും സമാധാനമായി യൂണിവേഴ്സിൻ്റെ എനർജി പ്രവഹിക്കട്ടെ. അവർ ഏത് സ്ഥാനത്താണോ ഇരിക്കുന്നത് ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് തന്നെ ഏറ്റവും അനുഗ്രഹമായി തീരണമേ. യൂണിവേഴ്സിൻ്റെ എനർജി അവിടെ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇറങ്ങിയതിനായി നന്ദി. ഈ വീഡിയോ കാണുന്ന വ്യക്തികൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീർന്നതിനായി നന്ദി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു റീഡിങ് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരട്ടെ. ഇതുവരെയും നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വന്നിട്ടില്ല, തേർഡ് പാർട്ടിയുമായിട്ട് സന്തോഷമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്ന വ്യക്തികൾ അവർ ടാരോ റീഡിങ്ങിൽ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെയും പേഴ്സൻ്റെയും എനർജിയിൽ വരുന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ടാരോ റീഡല്ല നിങ്ങളുടെ പേഴ്സണെ കൊണ്ടുവരുന്നത്. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണെ കൊണ്ടുവരുന്നത്. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഗൈഡൻസ് മാത്രമാണ് ടാരോ റീഡ്. അല്ലാതെ ഇത് മന്ത്രമോ പൂജയോ ഇത് ഷഫിൾ ചെയ്തിട്ട് ഈ ടാരോ റീഡ് ചെയ്യുന്ന വ്യക്തിയല്ല നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. ഈ പറയുന്നത് അംഗീകരിക്കുന്ന വ്യക്തികൾ, സെൽഫ് ലവ് ചെയ്യുന്ന വ്യക്തികൾ, ഈ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കുന്ന വ്യക്തികൾ,
എന്ന് വെച്ച് കഴിഞ്ഞാൽ കരഞ്ഞിരുന്ന് എപ്പോഴും ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ. അപ്പം ഞാൻ പല റീഡിങ്ങിലും പറഞ്ഞിട്ടുണ്ട്, കരയരുത്, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യണം. ഇത് അംഗീകരിച്ച വ്യക്തികൾ, ഓക്കെ, സ്വന്തം കാര്യങ്ങളിലേക്ക് കടന്നുപോയ വ്യക്തികൾ, ആ വ്യക്തികളിലേക്കാണ് അവരുടെ പേഴ്സൺ തിരിച്ചു വരുന്നത്. ഒരിക്കലും ടാരോ റീഡല്ല നിങ്ങളുടെ പേഴ്സണെ കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു ശക്തി ഒന്നും ടാരോ റീഡിനില്ല. ടാരോ റീഡിൻ്റെ ശക്തി നിങ്ങളുടെ റിലേഷനിലുള്ള കാര്യങ്ങളെ വ്യക്തമാക്കി പറഞ്ഞു തരിക എന്നുള്ളത് മാത്രമേ ടാരോ റീഡിനുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ടാരോ റീഡിൽ പറയുന്ന ഗൈഡൻസ് കണ്ടിന്യൂ ചെയ്യുന്ന വ്യക്തികൾ, നിങ്ങളുടെ ആത്മബലത്താലാണ് ഈ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന പോസിറ്റീവായ കാര്യങ്ങളാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. നിങ്ങളുടെ അഫർമേഷനാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. ഈ റീഡിങ് കണ്ടിട്ട് എൻ്റെ പേഴ്സൺ ഇപ്പോഴും തേർഡ് പാർട്ടിയായിട്ട് സന്തോഷിച്ചു പോകുന്നു എങ്കിൽ കുറ്റം ടാരോ റീഡിൻ്റെ എല്ലാം നിങ്ങളുടേത് തന്നെയാണ്. നിങ്ങളുടെ ചിന്ത, നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്നത് മൊത്തവും തേർഡ് പാർട്ടിയും പേഴ്സണും സന്തോഷമായിട്ട് ഇരിക്കുന്നതാണ് നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്നത്. നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് ഇതാണ്, ഇപ്പോഴും തേർഡ് പാർട്ടി അവിടെ അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ടാണ് നടക്കുന്നത്, ഞാനിവിടെ കരഞ്ഞു പിടിച്ചാണ് ഇരിക്കുന്നത് എന്നുള്ള വാക്കാണ് നിങ്ങളുടെ വായിൽ നിന്നും നിങ്ങൾ യൂണിവേഴ്സിന് കൊടുക്കുന്ന എനർജി. ആ എനർജിയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അഥവാ അവർ തങ്ങളിലൊരു അടിയും വഴക്കും ഉണ്ടാകാൻ വരുന്ന സമയത്ത് നിങ്ങളുടെ ഈ എനർജി ചെല്ലും, അവർ സന്തോഷത്തിലാണ് എന്നുള്ള സ്ട്രോങ് എനർജി അവിടെ ചെന്ന് അവരുടെ വഴക്കാണെങ്കിൽ തന്നെയും കുറച്ച് കഴിയുമ്പോൾ അത് നിങ്ങളുടെ വാക്കിൻ്റെ ശക്തിയാൽ അവരുടെ വഴക്ക് മാറുകയും അവർ സന്തോഷത്തിൽ പോകുകയും ചെയ്യും. അപ്പം നിങ്ങളുടെ വാക്ക് എന്താണോ അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അല്ലാതെ ടാരോ റീഡിൻ്റെ അല്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരു റീഡിങ്ങിൽ ഞാൻ എൻ്റെ റീഡിങ് ഇട്ടപ്പോഴത്തേക്ക് വീഡിയോയിൽ പറയുന്നു, ഈ എവിടുന്ന് തിരിച്ചു വരാൻ അവിടെ അവർ സന്തോഷമായിട്ടിരിക്കുന്നു എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടാരോ റീഡ് എന്ന് പറയുന്നത് ഒരു അഫർമേഷനാണ്. നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് വരുന്നത്, നിങ്ങളെന്താണോ മനസ്സിൽ ചിന്തിക്കുന്നത്, ആ കാര്യങ്ങൾ ഒരു അഫർമേഷനായിട്ടാണ് ലഭിക്കുന്നത്. ആ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സൺ വരുന്നു, തേർഡ് പാർട്ടിയെ വിട്ടു വരുന്നു എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ അവിടെ ചിന്തിക്കുകയാണ്, എൻ്റെ പേഴ്സൺ വരും, തേർഡ് പാർട്ടിക്ക് അവസാനമായി, തേർഡ് പാർട്ടി ഇനി നിങ്ങളുടെ ലൈഫിലില്ല എന്നുള്ള കാര്യങ്ങളെ നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്നതിൻ്റെ ശക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ വരുന്നത്. ടാരോ റീഡിന് നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെയും സിറ്റുവേഷൻ പറഞ്ഞു തരാനുള്ള ശക്തിയാണുള്ളത്. നിങ്ങളുടെ പേഴ്സണെ പിടിച്ചു കൊണ്ടുവരാനുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും പോസിറ്റീവായിരിക്കുക. ഈ റീഡിങ് ആർക്കാണ് റെസനേറ്റ് ആയത് എന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള വ്യക്തികൾക്കും കൂടി അവർക്കും കൂടി ഇതുപോലെ അവരുടെ ജീവിതത്തിലും ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് നിങ്ങളും ഒരു വഴിയാകട്ടെ. അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടി ഒരു സമാധാനം കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ അഫർമേഷൻ ചെയ്ത് അവരുടെ ജീവിതത്തിലേക്കും അവരുടെ പേഴ്സൺ തിരിച്ചു വരുന്നതിന് നിങ്ങളും ഒരു കാരണമായി കഴിഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങളെ അനുഗ്രഹിക്കും. ഓക്കെ, ആരുടെ പേഴ്സൺ എന്ന് അറിയത്തില്ല, പേഴ്സൻ്റെ തേർഡ് പാർട്ടി എന്ന് അറിയത്തില്ല, ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. ഇത്രയും പോസിറ്റീവിൻ്റെ ഇടയിൽ ഒരു നെഗറ്റീവ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ആരുടെയെങ്കിലും തേർഡ് പാർട്ടി ആണെന്ന് തോന്നുന്നു ഞാനിത് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളിത് നോക്കുന്നു. തേർഡ് പാർട്ടി മനസ്സിലാക്കി കാണും. നിങ്ങളിപ്പോൾ ടാരോ റീഡിങ് കാണുന്നു, ഇന്ന ആളിൻ്റെ ടാരോ റീഡ് കാണുന്നു എന്നങ്ങനെ മനസ്സിലാക്കിയിട്ടായിരിക്കും ഒരേ ഒരു വ്യക്തി വന്ന് നിരന്തരമായിട്ട് ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, അങ്ങനെ പറയരുത് എന്നുള്ള രീതിയിലൊക്കെ കമൻ്റ് ഇടുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.